വടകര പുതിയാപ്പിലെ ഖരമാലിന്യ പ്ലാന്റ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സന്ദർശിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ലോകബാങ്കിന്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്കിന്റെയും സഹായത്തോടെ നടപ്പിലാക്കുന്ന കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി പുതിയാപ്പിൽ ബയോമൈനിംഗ് പ്രക്രിയ നടന്നുവരികയാണ്. 1960കളിൽ തുടങ്ങി 2018 വരെ ജൈവ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നത് പുതിയാപ്പിലാണ്. 2016 കേന്ദ്രം സർക്കാരിന്റെ ഖരമാലിന്യ പരിപാലന നിയമപ്രകാരം മുഴുവൻ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളും വീണ്ടെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാഗ്പൂർ ആസ്ഥാനമായ SMS ലിമിറ്റഡ് എന്ന കമ്പനിയാണ് പുതിയാപ്പിൽ ബയോമൈനിംഗ് നടത്തുന്നത്. ജനുവരി 5 തുടങ്ങിയ മൈനിംഗ് മെയ് അവസാനത്തോടെ അവസാനിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ KP ബിന്ദു, മുനിസിപ്പൽ വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AP പ്രജിത, വാർഡ് മെമ്പർമാരായ നളിനാക്ഷൻ, ഹരിദാസൻ, ലീപ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൂരജ് PG, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിതിൻ നാഥ, ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ വിഘ്നേഷ് KR എന്നിവരും പങ്കെടുത്തു. ബട്ട് ഇപ്പോൾ ഇവർ 3 ഷിഫ്റ്റായിട്ട് ചെയ്യാനുള്ള പ്ലാൻ. ഇപ്പോൾ നമ്മൾ മാഡം കറക്റ്റാണ്, ഏപ്രിൽ മാസത്തിൽ നമുക്ക് ഒരു മഴ പോസിബിലിറ്റി ഉണ്ട്. അതാണെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ആവും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഒരു 3 ഷിഫ്റ്റ്സിൽ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ഫണ്ടഡ് ബൈ KSWM. യെസ്. പിന്നെ ഈ ഫുൾ ഏരിയയിൽ കാരണം കണക്ടിവിറ്റി നന്നായിട്ടുണ്ട്. ഇവിടെ റോഡിന് പ്രശ്നമില്ല, കുടുംബങ്ങളും വളരെ ഒരു സൗകര്യമാവും. അല്ല, ഒരു പഞ്ചായത്തിലേക്കേ ഉള്ളൂ, നമ്മുടെ ഇതിലില്ല. KSWM സക്സസ് നിങ്ങൾ കാരണം KSWM ഒരുപാട് ആക്ച്വലി ഈ ഒരു പാർട്ടിൽ ഓൾറെഡി ക്യാപ്ഡ് ഈ ഭാഗം ഒരു ക്യാപ്റ്റൻ നടന്നിട്ടുണ്ടായിരുന്നു മുന്നേ 2016 ULCCS ചെയ്തത്. സോ നൗ വി ആർ ഡിഗിങ് ദാറ്റ് ഓൾസോ.